ഏറ്റവും എളുപ്പത്തിലുള്ള ബിരിയാണി ഏതാണെന്ന് ചോദിച്ചാലേ നമുക്ക് കണ്ണും പൂട്ടി അങ്ങോട്ട് പറയാമല്ലേ നമ്മളെ റാവുത്തർ ബിരിയാണിയാണെന്ന്. ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് ഒരു ടേസ്റ്റിന് വല്ല കുറവുണ്ടാ അതും ഇല്ലതാനും. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാട്ടോ ഈ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ടെ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത്, ഒരു കഷ്ണം പട്ട, 3 ഏലയ്ക്ക, 5 കരയാമ്പൂ, 2 പച്ചമുളക്, 2 സവാള നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, ഒരു 15-20 ചെറിയുള്ളിയെങ്കിലും കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു വലിയ തക്കാളി കൂടെ ചേർത്ത് അങ്ങോട്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി ചേർത്ത് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചിക്കനാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും മസാലയും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിന, പിന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അടച്ചു വെച്ചിട്ട് ഈ ചിക്കനൊക്കെ ഒരു 3/4 അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഈ ചിക്കൻ വേവിക്കാനായിട്ടേ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോഴാണ് ആ ഒരു മസാലയൊക്കെ നമ്മളെ ചിക്കനിലോട് നന്നായി പിടിക്കുകയും ചെയ്യുള്ളൂ. ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് ജീരകശാലൻ്റെ അരി കൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണം. എന്നിട്ട് വേണം ഈ അരി നമ്മളുടെ ചിക്കനിലോട് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിക്ക് നല്ല ചൂടുവെള്ളം വരട്ടെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേണം നമ്മുടെ റൈസ് വേവിച്ച് കൊടുക്കാനായിട്ട്. ഇതൊരു പകുതിയൊക്കെ അങ്ങോട്ട് വെന്ത് വരുന്ന സമയത്തെ ജസ്റ്റ് ഒന്ന് ഇളക്കി പറിച്ചിട്ട് കൊടുക്കുക. പിന്നെ അടച്ചു വെച്ചിട്ട് നമ്മുടെ റൈസും ചിക്കനും ഒക്കെ ബാക്കി ഫുൾ അങ്ങോട്ട് വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ എന്താണാവോ കുറച്ച് കളറ് കുറവിട്ടാ. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ചും കൂടെ കളർ ഉണ്ടാവില്ലേ? അതെന്താണെന്ന് അറിയുമെങ്കിൽ താഴത്ത് കമൻറ്റിൽ